കൊച്ചി നിയോജക മണ്ഡലത്തിലെ LDFന്റെ സ്ഥാനാർത്ഥിയും കഴിഞ്ഞ 10 വർഷം ഇവിടുത്തെ MLA ആയിരുന്ന KJ മാക്സിയാണ് നമുക്കൊപ്പം ചേരുന്നത്. അപ്പോൾ DCC പ്രസിഡന്റിനോട് 8000-ൽ പരം വോട്ടുകൾക്ക് തോൽക്കുന്നു. 10 വർഷമായി MLA ആയിരുന്ന ഒരു മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു തോൽവി പ്രതീക്ഷിച്ചിരുന്നു. കൊച്ചിയിലെ ഒരു തോൽവി ഞാൻ മാത്രമല്ല, കൊച്ചിയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും പ്രതീക്ഷിച്ചത്. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും വോട്ടിന് മുമ്പൊക്കെ ഓരോരുത്തരും എന്നോട് പറയുന്നത് തീർച്ചയായിട്ടും ജയിക്കുമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫീഡ്ബാക്കായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പത്രക്കാർ വന്നിട്ട് എൻ്റെ ഫോട്ടോ ഒരു മനുഷ്യൻ ദിവസം, പക്ഷെ അവർക്കൊക്കെ ജയിക്കുമെന്നുള്ള വിശ്വാസമായിരുന്നു. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലം കൊച്ചി മണ്ഡലത്തിൽ ജനങ്ങളൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. വികസന കാര്യങ്ങളിലൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ചെന്നെത്താൻ പറ്റില്ല, ഒരു MLAക്ക് ചെന്നെത്താൻ പറ്റാത്തതിന് ഫണ്ട് ഇവിടെ മുഖ്യമന്ത്രി സഹായത്തോട് ഉപയോഗിച്ചിട്ടുണ്ട്. ചില പോലത്തെ പ്രദേശങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി പോലെ പ്രദേശങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. റോഡുകളുടെ കാര്യം നോക്ക്, നിങ്ങൾക്ക് ഇവിടെ പോയാലും ഒരു റോഡും കൊച്ചിയിൽ മോശം മിനിസ്റ്ററും കണ്ടിട്ടുണ്ടായിട്ട. അങ്ങനെ വികസന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ആശുപത്രിയുടെ കാര്യങ്ങൾ, പാലങ്ങൾ, മുമ്പളങ്ങിലെ പാലങ്ങൾ, കിഫ്ബിയുടെ ഫണ്ട് ധാരാളം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് വികസനം കൊണ്ടുവന്നൊരു മണ്ഡലമാണ് കൊച്ചി. ജനങ്ങളുടെ അവർ ഒരു MLA എങ്ങനെ കാണുന്നത്, അവരെ ആശ്രയിക്കുന്നത്. ഞാനിപ്പോൾ രാവിലെ പരിപാടികളൊന്നും ഇല്ലെങ്കിൽ ഓഫീസിൽ വരും, പരിപാടി കഴിഞ്ഞിട്ട് ഓഫീസിൽ വരും. എല്ലാ ആൾക്കാരൊക്കെ കണ്ട് ഉച്ചയോടെയൊക്കെ തരും, ഉച്ചയ്ക്ക് ശേഷമൊക്കെ വീട്ടിലോട്ട് പോകും. വൈകിട്ടും പരിപാടി കഴിഞ്ഞിട്ട് ഓഫീസിൽ വരും. രാത്രി 8 മണി 9 മണിയൊക്കെ ഉണ്ടാവും. ആ സമയത്തൊക്കെ എല്ലാവരും കാണാം. അപ്പോൾ ഒരാൾക്കൊരു ആവശ്യം വന്നാൽ അവർ നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കുക. വിദ്യാഭ്യാസ മേഖല ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ മണ്ഡലത്തിൽ ഒരുപാട് പേർക്ക് ആദരവ് കൊടുക്കേണ്ടതാണ്. അതൊക്കെ ഒരു പൊതു ഇതിൻ്റെ ഭാഗമായി ചെയ്യണം. അതൊക്കെ വിദ്യാഭ്യാസ മേഖല, കുട്ടികളുടെ കാര്യങ്ങൾ, അധ്യാപകരുടെ കാര്യങ്ങൾ, വിദ്യാഭ്യാസ മേഖല ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ വലുതാണ്. വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു, വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ആളുകളുടെ ഫീഡ്ബാക്ക് ഒക്കെ ജയിക്കുമെന്നായിരുന്നു. പക്ഷെ എപ്പോഴും തോറ്റു. എന്തുകൊണ്ടായിരിക്കും തോറ്റത്? അതെന്താണെന്നുള്ളതാണ് പഠിക്കേണ്ട ഒരു കാര്യമാണത്. കാരണം നമുക്ക് എണ്ണി വരുമ്പോൾ ആദ്യത്തെ വോട്ടെണ്ണുന്ന പ്രദേശം എന്ന് പറയുന്നത് മതന്യൂനപക്ഷങ്ങളുടെ പ്രദേശമാണ്, ക്രിസ്ത്യൻ മുസ്ലിം പ്രദേശങ്ങളാണ്. അവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിലേക്ക് വന്നില്ല. വളരെയധികം വോട്ടിന് പുറകെ പോയില്ല, അങ്ങനെ കുറച്ച് വോട്ടിന് പുറകെ പോയി. ചില ഭാഗങ്ങളിൽ നമ്മൾ കയറി പോകും, ചില ഭാഗങ്ങളിൽ നമ്മൾ പുറകെ പോയി. നമ്മൾ വോട്ട് നമ്മൾ നന്നായിട്ട് ലീഡ് ചെയ്യുന്ന പ്രദേശം ആണ് നമ്മുടെ ഈ തോപ്പുംപടി, മുണ്ടമ്മേലി, കണ്ണമാലിയൊക്കെ പ്രദേശങ്ങൾ. അവിടെയൊക്കെ ചെയ്യാൻ പോണുള്ളവർക്ക് ചിലത് ചെയ്ത് കഴിഞ്ഞാണ്, അതുകൊണ്ട് അത്ര ഇതുണ്ടാവില്ല, ചെയ്യാൻ പോണില്ല. അവിടെയൊക്കെ നമുക്ക് പുറകെ പോയി. കുമ്പളങ്ങി നമ്മ പിടിച്ചു നിന്നു പറയാം, കുറച്ച് അല്പോട്ടെങ്കിലും മുകളിൽ വന്നു. അപ്പോൾ ഇതാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഫോർട്ട് കൊച്ചി ഭാഗത്ത് നമ്മൾ ലീഡ് ചെയ്തിട്ടുണ്ട്. ഈ കേരളത്തിലുടനീളമുണ്ടായ ഒരു ട്രെൻഡ്, കോൺഗ്രസിന് അനുകൂലമായുണ്ടായ ട്രെൻഡ്, ഒരു ഭരണവിരുദ്ധ വികാരം, അത് കൊച്ചിയിലും ഉണ്ടായി എന്ന് തോന്നുന്നുണ്ടോ? ഭരണവിരുദ്ധ വികാരം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിവിടെ തന്നെ പ്രവർത്തിക്കുന്ന ഒരാൾ, തദ്ദേശ ഇലക്ഷനും ഇവിടെയൊക്കെ കുറേയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള അപ്പോഴും പറഞ്ഞ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞു. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിലാണ്. ഇതങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഇവിടെ 62,000 പേർക്കാണ് ഈ മണ്ഡലത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. ഒന്ന് ആലോചിക്കുക നിങ്ങൾ. 62,000 പേര് ഈ മണ്ഡലത്തിൽ, കൊച്ചി മണ്ഡലത്തിൽ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ആൾക്കാരുണ്ട്. അത് കൃത്യമായിട്ട് കൊടുക്കണമല്ലോ അവർക്കൊക്കെ. മറ്റ് പെൻഷനുകൾ, മറ്റ് സഹായങ്ങൾ, അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ റോഡുകൾ മോശമായിരിക്കണം. ഭരണത്തിൻ്റെ ഇതുകൊണ്ടാണ് വന്നത്. അതൊന്നുമില്ല ഇവിടെ. എല്ലാ റോഡും സുന്ദരം. ഒരു റോഡ് പോലും ആരും കണ്ടുപിടിക്കാൻ പറ്റില്ല മോശപ്പെട്ട റോഡ്. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ട രീതിയിൽ പോവുകയാണ്. ടൂറിസം മേഖലയിലെ പ്രാധാന്യം, മറ്റ് മേഖല പ്രാധാന്യം, മതന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന സംരക്ഷണം, അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഞാനിപ്പോൾ എല്ലാ മേഖലകളും വീടുകളിൽ അറിയാറില്ല. നമ്മുടെ പ്രവർത്തകർക്ക് വന്ന ശ്രദ്ധ വന്നിട്ടില്ല. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കൊച്ചി മണ്ഡലത്തിലെ പ്രധാന തെരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രധാന ശക്തിയാകുന്നത് ലത്തീൻ വോട്ടുകളാണ്. അപ്പോൾ ഇത്തവണ ആ ലത്തീൻ വോട്ടുകൾ LDFലേക്ക് വന്നില്ല എന്ന് കരുതുന്നുണ്ടോ? ലത്തീൻ വോട്ടുകൾ വന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ലത്തീൻ വോട്ടുകൾ വന്നില്ല. ലത്തീൻ വോട്ട് വന്നില്ലെങ്കിൽ ഭയങ്കര വോട്ടിന് നോക്കൂലേ. ലത്തീൻ വോട്ടുകൾ LDFലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാനൊരു 27 വോട്ടിന് നോക്കും. ഈ മണ്ഡലം UDF പണ്ട് 27 വോട്ടിന് ജയിക്കുന്ന മണ്ഡലമായിരുന്നു. അവിടെ നിന്നാണ് ഞാനത് ആദ്യം ജയിച്ച് 1000 വോട്ട് ജയിച്ച്, രണ്ടാമത് 14,000 വോട്ട് ജയിച്ച്, ഇപ്പോൾ 8,000 വോട്ടിന് തോറ്റത്. അപ്പോൾ ലത്തീൻ വോട്ടുകൾ വന്നില്ലെന്ന് പറയാൻ പറ്റില്ല. ലത്തീൻ വോട്ടുകൾ വന്നിട്ടുണ്ട്. ലത്തീൻ സഭയുടെ ഒരു പൂർണ്ണ പിന്തുണ ലഭിച്ചില്ല എന്ന് കരുതുന്നുണ്ടോ? ലത്തീൻ സഭ അങ്ങനെ എല്ലാവരും പബ്ലിക്കായിട്ട് പിന്തുണക്കില്ല. പക്ഷേ സഭക്ക് നമ്മുടെ എതിർപ്പൊന്നുമില്ലായിരുന്നു. അപ്പം ഇനി എന്താണ്, ഇനി ഒരു പ്ലാൻ എന്താണ്? ഇനിയിപ്പോൾ MLA എന്ന പദവി ഒഴിയുന്നു, ഇനിയിപ്പോൾ ഒരു പൊതുപ്രവർത്തന നിലയിൽ എങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനം? ഞാൻ പാർട്ടി എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗമോ. അത് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം നിലക്ക് ഒരുപാട് വർക്കുണ്ട്.
മറ്റത് ഞാനിക്ക് എല്ലാ ജില്ലാ കമ്മിറ്റിക്കും പോകാൻ പറ്റില്ല എം എൽ എ എന്നിരിക്കുമ്പോൾ പല പരിപാടികളും വരുമ്പോൾ ഇനിയിപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം നിലക്ക് കൊച്ചിയിലെ പാർട്ടിയിലും നിന്ന് പ്രവർത്തിക്കണം. കൊച്ചിയിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ്. കൊച്ചിയിലെ പാർട്ടി കമ്മിറ്റിയിലുണ്ട്, ഞാൻ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. അപ്പം പാർട്ടി മേഖലയിൽ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നുള്ള ആലോചന. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു LDF കൊച്ചി മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി കൊച്ചി മണ്ഡലത്തിൽ തോൽക്കുന്നു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇവിടെ വിജയിച്ച് കയറുന്നു. ആ തോൽവിയെക്കുറിച്ച് കൃത്യമായി പഠിച്ച് കൊച്ചി മണ്ഡലം തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് തിരിച്ചു വരുമെന്നാണ് KJ മാക്സി നമ്മളോട് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ നിതിൻ സേവ്യർ, ഇന്ന് റിപ്പോർട്ടർ, കൊച്ചി.